വേഗം വന്ന് നോട്ടില്ലേ? എന്ത് തീറ്റ് സംഗതി ക്ലീശയാണെങ്കിലും പല ഐതിഹാസിക സമരങ്ങൾ വിജയിപ്പിച്ചിരിക്കുന്നത് ഇത്തരം ടോർച്ച് ഭരണസാക്ഷി സമ്മതിക്കുന്നില്ല. പക്ഷേ പാർട്ടി പറഞ്ഞ അനുസരിക്കുകയാണ്. യഥാർത്ഥ പാർട്ടി പ്രവർത്തനത്തിൽ കാണുമ്പോൾ പഴം പുഴുങ്ങാമായിരുന്നു കേട്ടോ. പച്ചപ്പഴം വെറുമായിട്ട് ദഹിക്കത്തില്ല. പച്ചപ്പഴം നല്ലത്. വിട്ടോ വിട്ടോ, 2 ദിവസം കിടക്കാനുള്ളല്ലേ. ഇവനെന്താ ലോട്ടറി അടിച്ചോ? എന്തിനാ എങ്ങനെ ഓടുന്നേ? എന്നടാ എന്താടാ ജമാൽ എന്തോ ഒപ്പിച്ചിട്ട് തോന്നുട്ടോ. നമ്മള് ജയിച്ചു കാണിക്കല്ലേ? എന്നതാ കേട്ടുന്ന പഴമല്ലേ? ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ വീട്ടിലെ കോഴി തന്നെ ഉമ്മർത്ത് തൂറിയ പോലെ ആയി. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? നീ ആ ജേക്കപ്പിനൊന്ന് വിളിച്ചേ. എന്നാ വിളിച്ചു. അതൊക്കെ എൻ്റെ ഓരോ യാത്രാപ്രാന്തുകളാണ്. സമലിരിക്കും. സാറൊന്നും പറഞ്ഞില്ല. ഈ അപകടത്തിൻ്റെ കാരണം തന്നെ ഇവിടുത്തെ എൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം തന്നെയാണ്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. പക്ഷെ നിങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികരണം ഉണ്ടാവണം. ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനോ രാഷ്ട്രീയക്കാരനോ ഒരു തെറ്റ് ചെയ്താൽ ജനങ്ങൾ ചോദിക്കും എന്നുള്ള ഒരു ഭയം അവർക്കുണ്ടാവണം. എങ്കിലും നാട് നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് കാര്യങ്ങൾ കുറച്ചും കൂടി പ്രോപ്പറായി ചെയ്യാൻ കഴിയും. നമ്മുടെ നാട്ടുകാരുടെ കയ്യിലും കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് മിസ്റ്റർ സാം. അവർ കറപ്ഷനെതിരെ ഘോര പ്രസംഗിക്കുകയും അവരുടെ കാര്യങ്ങൾ നടക്കാനായി കൈക്കൂലി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആരുടെ ഭാഗത്തെ മിസ്റ്റേക്ക്? അപ്പം സാറിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സാമൽ. ചെറുതോണിയിലെ റോഡ് നിർമ്മാണത്തിലെ കറപ്ഷൻ അല്ലേ? അതെ സാർ. എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സാറേ, പോയത് എൻ്റെ ജീവനാണ്. ഞാൻ നോക്കാമെന്നുള്ളൊരു ഒഴുക്കൻ മറുപടി കേൾക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ജനകീയനായ ഒരു കളക്ടറിന് മുമ്പിൽ ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ സാറ് പറഞ്ഞത് സാധാരണക്കാർ ചോദിക്കാത്തതാണ് കുഴപ്പമൊന്നാണ്. സാറേ, ഞാനൊരു സാധാരണക്കാരനാണ്. ഒപ്പം ഈ നാട് കാക്കുന്ന ഒരു പട്ടാളക്കാരനും കൂടിയാണ്. ഞങ്ങൾ പട്ടാളക്കാർ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ സ്വന്തം ജീവൻ ഞങ്ങൾ നോക്കാറില്ല. എത്ര ദിവസമായി ഇതിന്റെ പുറകെ നടക്കണത്? ഇന്നും കൂടി നോക്കാം. ദിവസം പണി കളഞ്ഞ് നടക്കണത്. പേപ്പർ എല്ലാം റെഡിയാണ്. ഇനി എന്താണ് ഇത്തരത്തില് താമസം വന്നത്? 2 ദിവസമായില്ലോ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇത് സാങ്ഷൻ ആവും. ഓ സാറേ, ചായ എത്തി. ചൂടുള്ളത്. ഇവര് ഈ ചായയൊക്കെ കുടിച്ചിട്ട് ഇനി എപ്പോ വരാനാണ്? എണ്ണയാണല്ലോടോ. ആ പരാതി എടുത്ത് അങ്ങ് തുടക്കി സാറേ. അല്ലാതെ എന്തിനാണിപ്പത്? സാറേ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഓ, ചായതാ. കടി വേണ്ട. ശരി, നോക്കട്ടെ. സാറേ, ഒന്ന് വരുമോ? ഉണ്ടോ? ഇപ്പോഴെങ്ങാനും ഇറങ്ങുവാ സാറേ? നിങ്ങളിങ്ങനെ തിരക്കൂട്ടിയാലെങ്ങനെ? ചില കാര്യങ്ങൾക്ക് അതിൻ്റെതായ സമയമൊക്കെ ഉണ്ട്. അതെന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം സാറേ. ഞങ്ങൾ റെഡിയാക്കാം, ചെയ്യാം. എന്നാ ഒരു കാര്യം ചെയ്യും. എത്ര സ്ക്വയർ ഫീറ്റാ? 1200. 2500 കൊടുത്തേക്ക്. 2500.
അവരുടേത് മാത്രാണ്. കൊടുത്തോളൂ. അവരുടെ മാത്രമാണ്. ഇനി ഇയാൾക്കും കൊടുക്കണം. എന്ത് പറയാനാ? ആ അരിയേഴ്സും ടി എക്ക് 2 വർഷമായിട്ട് സ്റ്റക്കാ. പിന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ് തട്ടിയും മുട്ടിയൊക്കെ ജീവിച്ചു പോകുന്നത്. ആ അതേ റേഷ്യോ തന്നെ നമ്മളെ ഒന്ന് കണക്കാക്കിയ ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല. സാറിനൊന്ന് കാണാൻ. ഓ ആയിക്കോട്ടെ. സാർ എന്താ ഞാൻ താൻ സമയം കളയാതെ കാര്യം പറ. എനിക്കൊരു പണിയുണ്ട്. ഏയ് അതാ സാമൂല. താൻ പറ. ഇല്ലില്ല സമരം പൊളിഞ്ഞില്ലേ? ഇല്ല പറഞ്ഞോ. ആ ഇല്ലില്ല അതൊന്നും കുഴപ്പമില്ല. ആ പഞ്ചായത്ത് ഓഫീസിൽ ബോംബ് വെച്ചിട്ട് എഞ്ചിനീയറെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുക. കിടക്കുന്ന ബോംബ്, അതും ഈ നാട്ടില്. നേരാണോടാ? സത്യാണ് സാറേ, ഒരു ബാഗ് നിറച്ച് ബോംബാ. വെറുതെ സമയം മെനക്കെടുത്താ നീ വിവരം അറിയട്ടോടാ. സാറേ അതെ, താൻ പോയി ഒന്ന് അന്വേഷിക്ക്. ഞാനോ? എന്തിനാ പേടിക്കുന്നേ? ചെല്ല്. വാ സാറേ. അയാളെ വിളിയിൽ എന്തോ പന്തികേടുണ്ടല്ലോ സാറേ. നോക്കാം. ആരുമില്ലേ? വാതിലെ കടന്നു നടക്കുന്നുണ്ടല്ലോ. ജീപ്പില്ല സാറേ? ഉണ്ടായിരുന്ന പറഞ്ഞ സൈ കൊണ്ടുപോയി. സൈക്കിൾ പോണ അകത്ത് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ശരിയായിരിക്കും. അതിലൊക്കെ പൂട്ടിയിട്ടുണ്ട്. അത് കണ്ടോ? നീ എന്താടാ ഓലപ്പടക്കം അടിച്ച് പേടിപ്പിക്കുന്നോളാം. ചുട്ടുകളയും കൊല്ലും. ബെറ്റിലുണ്ടോ? അത് ബോംബുണ്ടെന്ന്. ഹലോ, സാറേ ക്ലീറ്റസാ വിളിച്ചത്. സംഭവം നേരാ.